നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞിപ്പറമ്പ് ഗുഹയാണ്. ഇത് വരുന്നത് കണ്ണൂർ ജില്ല പയ്യാവൂർ കുന്നത്തൂർ റൂട്ടിലാണ് കേട്ടോ. കുന്നത്തൂർ ടൗണിലേക്ക് കയറുന്നതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ വഴി വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ വഴിയാണ് പോകുന്നത്. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തോട്ടൊരു വഴിയുണ്ട്, അതിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് അധികമൊന്നുമില്ല, ഇത് കുറച്ചങ്ങ് കയറി കഴിയുമ്പോൾ ഇടത് സൈഡിലാണ് ഈ ഗുഹ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പയ്യൻ ഒരു ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. നമുക്കവിടെ നിന്ന് മോരും വെള്ളമൊക്കെ കുടിച്ച് താഴേക്ക് പോവാം. ഒരു ഗ്ലാസ് മോരും വെള്ളത്തിന് 15 രൂപയാണ് ഇവിടെ വില വരുന്നത്. പിന്നെ ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നെല്ലിക്കയും ക്യാരറ്റും പൈനാപ്പിളൊക്കെയാണ്. ഞാനൊരു ക്യാരറ്റ് പീസൊക്കെ മേടിച്ച് നമുക്കിനി ഗുഹയിലേക്ക് പോവാം. ഇവിടെ ആകെ ഒരു അടയാളത്തിന് വേണ്ടി ഈ ബോർഡേ ഉള്ളൂ കേട്ടോ, പക്ഷെ അത് കുറച്ച് ഉള്ളിലേക്കാണ്. ഇതൊരു റബ്ബർ തോട്ടത്തിനുള്ളിലാണ് കേട്ടോ ഈ ഗുഹ ഉള്ളത്. ആ പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാ എന്നാ പറഞ്ഞേ. ഇവിടെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഉയർന്നു വന്നതെന്നാ പറഞ്ഞത്. നമ്മൾ ഗുഹയുടെ മുൻപിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് പോവാം. താഴേക്ക് മുഴുവൻ ഇരുട്ടായിട്ടാണ് കാണുന്നത്. ഒരു ടോർച്ച് ഉണ്ടെങ്കിലേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നല്ല വഴുക്കലുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അതിൻ്റെ അകത്ത് വരുന്നത്. ആദ്യം വന്നപ്പോൾ ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ലൈറ്റൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഈ സൈഡൊക്കെ കാണാൻ നല്ല വൃത്തിയും നല്ല ഭംഗിയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഈ ഗുഹയുടെ മെയിൻ കാഴ്ച, ഈ സൂര്യപ്രകാശം വരുന്നത്. ഇത് കാണാനാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വെളിച്ചം താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നെന്തായാലും ആരെയും കാണുന്നില്ല, അതുകൊണ്ട് നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്ത് വയ്യ പോവാം. ഇതിൻ്റെ ഇവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലൊരു പനയാണ് കാണുക. ആ പനയുടെ വേരൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് കഴിയുമ്പോൾ മുകളിലൂടെ പോയി നോക്കാം. ഇതിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വരവുണ്ട്. ഇത് നമ്മുടെ എബിൻ മച്ചാനാണ്. പിന്നെ ഈ ഗുഹയ്ക്ക് നല്ല അപകടമുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് കല്ലൊക്കെ ഉരുണ്ട് വീഴാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. അവനവൻ്റെ റിസ്കിൽ വേണം ഈ ഗുഹ സന്ദർശിക്കാൻ വരാൻ. ഞാനും എബിനും കൂടെയാണ് ഇന്ന് ഈ ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിനുള്ളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, നല്ല വവ്വാലിൻ്റെ സൗണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ. അതിങ്ങനെ പറക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഗുഹയുടെ എൻഡിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇതിലേക്ക് കുനിഞ്ഞ് പയ്യെ അപ്പുറത്തേക്ക് കിടക്കാം. എന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. ഇവിടെ ശരിക്കും ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസേ ഉള്ളൂ കേട്ടോ. ആ കാണുന്ന അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് നിരങ്ങി വേണം അങ്ങോട്ട് പോകാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഈ കാണുന്നത് മുകളിൽ നിന്ന് കല്ലുരുണ്ട് താഴേക്ക് വീണേക്കുന്ന കേട്ടോ. നല്ല ഭയങ്കരം കല്ലാണ്. പിന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു AC റൂമിലൊക്കെ കയറിയ അവസ്ഥയാണ്. ഇതേ കണ്ടു നിങ്ങൾ, നല്ല ഒരു വെളുത്ത് കാണുന്ന പൂപ്പൽ പോലെ ഒരു സാധനം. ലൈറ്റ് അടിക്കാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ.
ഇവിടെ കുറേ ചെങ്കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ മുകളിൽ നിന്ന് ഉരുണ്ട് ചാടി കിടപ്പുണ്ട്. അതാണ് നേരത്തെ അപകടം ഉണ്ടെന്ന് പറഞ്ഞത്. തന്നെ താഴേക്ക് പോരും ചില സമയങ്ങളിൽ. ഇനി നമുക്ക് ഇതിലേ കയറി ആ മുകളിൽ വെളിച്ചം വരുന്ന സ്ഥലത്തേക്ക് പോവാം. അതിലൊരു ചെറിയൊരു വഴിയാണിത്. ഇതിൽ വഴിയെ കയറി അവിടെ ഒരു പനയുണ്ട്, അവിടെ നിന്നാണ് വെളിച്ചം വരുന്നത്. ഇതാണ് ആ വെളിച്ചം വരുന്ന സ്ഥലം. ഇതാണ് നമ്മൾ താഴ്ന്ന് കാണുന്ന പാന. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി സൈനിങ് ഓഫ് ജെറി.